യു എയിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് യു എയിലെ ലോക്കൽ മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് യു എയിലെ ഒരു ലോക്കൽ ബാങ്കിലോ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ദിർഹത്തിലോ അല്ലെങ്കിൽ ഡോളറിലോ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് യു എയിലെ ലോക്കൽ മ്യൂച്വൽ ഫണ്ടുകളിലും ഇൻ്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടുകളിലും പല ബാങ്കുകളും ഇന്ന് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉള്ള ഓപ്ഷനുകൾ ഇന്ന് മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ യു എയിലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ് നമ്മൾ ഇന്ത്യ കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫ്ലേഷനും അതേപോലെ വാല്യൂ ഡിപ്രിസിയേഷനും വളരെ കൂടുതലാണ്. ഇവിടെ നമുക്ക് നമ്മുടെ കറൻസി ഡിപ്രിസിയേഷൻ വളരെ കുറവുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ യു എയിലെ മാർക്കറ്റിൽ നമുക്ക് സാധിക്കും. നമുക്ക് $100 മുതലുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലംസമായിട്ട് പലതരത്തിലുള്ള സ്കീമുകൾ, പ്രത്യേകിച്ച് ശരിയ ഫണ്ടുകളും ശരിയല്ലാത്ത ഫണ്ടുകളിലും നമുക്ക് ഇതേപോലെ ലോക്കൽ മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ഈ മൊബൈൽ ആപ്പ് വഴി പ്രത്യേകിച്ച് പല ബാങ്കുകൾക്കും ഇതേപോലെ ഓപ്ഷനാണ് പല ബാങ്കുകളുടെ ആപ്പുകളിലും ഉണ്ടാവുക. ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ബട്ടണിൽ കയറിക്കൊണ്ട് മ്യൂച്വൽ ഫണ്ട് ആണെന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്കിത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ചില ആളുകൾക്ക് AED അക്കൗണ്ടാണെന്നുള്ളത് വെച്ചാൽ പല ബാങ്കുകളും ഡോളർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുക.